ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പകുതി ഇക്കഴിഞ്ഞ ജൂൺ മാസത്തോടെ പൂർത്തിയായി ഈ ജൂലൈ മാസത്തിലൂടെ 7ാം മാസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 6 മാസ കാലയളവിനിടയിൽ തിയേറ്ററിലും അല്ലാതെയും റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകളുടെ എണ്ണം 120 ആണ്. അതിൽ 112ഓളം സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നപ്പോൾ ഏകദേശം 8ഓളം സിനിമകൾ യൂട്യൂബ് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ തിയേറ്ററിലെത്തിയ ഈ 112 സിനിമകളിൽ എത്ര മലയാള സിനിമകൾ വിജയിച്ചു, അതായത് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതേസമയം ക്ലീൻ ഹിറ്റിന് പുറമെ, അതായത് ആവറേജ് വിജയം നേടിയെടുത്ത ഒട്ടനവധി മലയാള സിനിമകളുണ്ട്. ആ സിനിമകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ കളക്ഷൻ ഡാറ്റ ഉൾപ്പെടെ മറ്റൊരു വീഡിയോ വഴി ഞാൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പറയുന്നതാണ്. ജനുവരിയിലെ ആദ്യ വിജയചിത്രം എന്ന് പറയുന്നത് ആസിഫ് അലിയുടെ രേഖാചിത്രമാണ്. ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്നിവർ തിരക്കഥ എഴുതിയ ഈ സിനിമ ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, സായി കുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് എന്നിങ്ങനെ വളരെ മികച്ചൊരു താരനിരയായിരുന്നു അണിനിരന്നിരുന്നത്. 8,56,00,000 രൂപ ബഡ്ജറ്റുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത്. ചിത്രം ഫൈനൽ കേരള കളക്ഷനായി 26,85,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 5 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി ഈ സിനിമ 25,45,00,000 രൂപയും സ്വന്തമാക്കി. ടോട്ടൽ 57,30,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. കുഞ്ചാക്കോ ബോബൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ രണ്ടാമത്തെ സിനിമ. ഷാഹി കബീർ തിരക്കഥ എഴുതി ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ പ്രിയാമണി, വിശാഖ് നായർ, ജഗദീഷ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. 12 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം കേരളത്തിൽ 29,40,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,90,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 19,80,00,000 ഉൾപ്പെടെ 53,10,00,000 രൂപയാണ് ഈ സിനിമ ഫൈനൽ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയ പട്ടികയിലെ മൂന്നാമത്തെ മലയാള സിനിമ L2 എമ്പുരാനാണ്. മോഹൻലാൽ നായകനായി മുരളി ഗോപി തിരക്കഥ എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ മാർച്ച് 27 തിയേറ്ററിലെത്തിയത്. ഒട്ടനവധി വിവാദങ്ങളും ബഹിഷ്കരണാഹ്വാനങ്ങളുമായി ഒക്കെ തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, അഭിമന്യു സിംഗ്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട്, സായി കുമാർ, ബൈജു എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിരുന്നു. 171 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി കളക്ട് ചെയ്തത് 268,08,00,000 രൂപയായിരുന്നു. ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമ 325 കോടിയുമുള്ളായിരുന്നു നേടിയെടുത്തിരുന്നത്. വെർഡിക്റ്റിൽ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസർ മലയാള സിനിമ എന്നാണ് ഈ സിനിമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മലയാള സിനിമ ലോകമെമ്പാടുമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് L2 എമ്പുരാൻ തന്നെയാണ്. ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് വെച്ച് ചിത്രം കേരളത്തിൽ വമ്പൻ ലാഭമാണ് നേടിയെടുത്തിട്ടുള്ളത്. ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ 4ാമത്തെ മലയാള സിനിമ ആലപ്പുഴ ജിംഖാനയാണ്. ഖാലിദ് റഹ്മാൻ, ശ്രീനി ശശീന്ദ്രൻ എന്നിങ്ങനെ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ ഖാലിദ് റഹ്മാനാണ് സംവിധാനം ചെയ്തത്. നസ്ലൈൻ, ലുക്മാൻ ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ഫൈനൽ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 38,40,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,70,00,000 രൂപയുമായിരുന്നു. വിദേശ കളക്ഷനായി 20,33,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 64,43,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. സൂപ്പർ ഹിറ്റ് വിജയമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയവും ഇൻഡസ്ട്രി ഹിറ്റും നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും. KR സുനിൽ, തരുൺമൂർത്തി എന്നിവർ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ശോഭന, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ഇർഷാദ് അലി, ആഷ ചാന്ദിനി, ബൈജു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഏകദേശം 20-25 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 118,72,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 19,50,00,000 രൂപയും വിദേശ കളക്ഷനായി 94,50,00,000 രൂപയും കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 232,72,00,000 രൂപയാണ്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരനിരയുമായി മനു സ്വരാജ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പടക്കളം. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ മനു സ്വരാജ്, നിതിൻ സി ബാബു എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. പടക്കളം കേരള ഫൈനൽ കളക്ഷനായി സ്വന്തമാക്കിയത് 12,60,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 3,90,00,000 രൂപയും നേടിയെടുത്തിരുന്നു. 7 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 17,30,00,000 രൂപയായിരുന്നു. ഹിറ്റ് പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ദിലീപ് നായകനായി നവാഗതനായ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത് മെയ് 9 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, റാനിയ റാണ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ ഫൈനൽ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 17,45,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 95,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തത് 6,10,00,000 രൂപയുമാണ്. ടോട്ടൽ 24,90,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. നിലവിൽ പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയെടുത്തിരിക്കുന്നത് ഹിറ്റ് സ്റ്റാറ്റസ് ആണ്. മോഹൻലാൽ നായകനെ അൻവർ ഷീ സംവിധാനം ചെയ്ത് 2007 തിയേറ്ററിലെത്തിയ ആക്ഷൻ കോമഡി സിനിമയാണ് ചോട്ടാ മുംബൈ. ബെന്നി പി നായരമ്പലം തിരക്കഥ എഴുതിയ ഈ സിനിമ ഇക്കഴിഞ്ഞ ജൂൺ 6 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തി. തിയേറ്ററിൽ മികച്ച സ്വീകാര്യത കിട്ടിയ ഈ സിനിമ കേരളത്തിൽ 3,70,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 4 കോടി റേഞ്ചിലുമായിരുന്നു. കേവലം 75,00,000 ബഡ്ജറ്റിൽ 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലെത്തിയ ഈ സിനിമ മികച്ച ലാഭമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആവറേജ് വിജയം നേടിയെടുത്ത ഒട്ടനവധി സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും ഇന്ന് ഈ വീഡിയോ വഴി പറഞ്ഞിരിക്കുന്ന സിനിമകളുടെ കളക്ഷനെക്കുറിച്ചും വീഡിയോ സംബന്ധമായും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ
തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.